തൃശൂർ പൂരം കലക്കലിൽ എം.ആർ. അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഒഴിവാകും. സസ്പെൻഷൻ പോലുള്ള നടപടി ആവശ്യമില്ലെന്ന് മുൻ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ പുതിയ ശുപാർശ എഴുതി ചേർത്തു. ടി.എസ്. ഹരികൃഷ്ണ നൽകിയ വിവരങ്ങൾ. ഹരി, കടുത്ത നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഡി ജി പിയുടെ ശുപാർശ സംബന്ധിച്ചുള്ള അതിന്റെ ഉള്ളടക്കം എന്താണ്? പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മുൻ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ADGP എം.ആർ. അജിത് കുമാറിന്റെ ഇടപെടലുകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തിയത്. ആ പൂരം കലയ്ക്ക് ആ ദിവസം എം.ആർ. അജിത് കുമാർ സ്ഥലത്തുണ്ടായിട്ടും കൃത്യമായി ഇടപെട്ടില്ല. ക്രമസമാധാന ചുമതലയുള്ള ADGP എം.ആർ. അജിത് കുമാർ കൃത്യമായി ഇടപെട്ടില്ല എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ കൃത്യവിലോപം നടത്തി എന്ന കണ്ടെത്തലിനെ തുടർന്ന് എം.ആർ. അജിത് കുമാറിനെതിരെ നടപടി വേണമെന്നായിരുന്നു മുൻ DGPയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ DGP ഈ റിപ്പോർട്ട് വീണ്ടും സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പരിശോധിച്ചതിന് ശേഷം എം.ആർ. അജിത് കുമാറിനെ നിലവിൽ പോലീസിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത നടപടി ഇനി വേണ്ട എന്നുള്ളതാണ്. സസ്പെൻഷൻ പോലുള്ള ഒരു കടുത്ത നടപടികളിലേക്ക് പോകണ്ട എന്നുള്ളതാണ് പുതിയ DGPയുടെ നിർദ്ദേശം. ഈ ശുപാർശ പുതിയ റിപ്പോർട്ടിൽ എഴുതി ചേർത്തിട്ടുമുണ്ട്. സസ്പെൻഷൻ പോലുള്ള നടപടികൾ ഒഴിവാക്കി താക്കീത് നൽകി വിടാനാണ് സാധ്യത. ഹരി, CPIയെ സംബന്ധിച്ചോളം ഘടകകക്ഷി മന്ത്രി ആ രാത്രിയിൽ പലതവണ വിളിച്ചിട്ട് പോലും ഫോണെടുക്കാത്ത ADGP, മാത്രമല്ല CPIയെ സംബന്ധിച്ചോളം വലിയ രീതിയിൽ രാഷ്ട്രീയമായിട്ടൊക്കെ തന്നെ കടുത്ത വിമർശനങ്ങൾ എം.ആർ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട് അവർ ഉയർത്തിയിരുന്നു. നടപടിക്ക് പോലും ആ രീതിയിലേക്ക് അല്ലെങ്കിൽ അന്വേഷണത്തിലേക്കൊക്കെ സമ്മർദ്ദങ്ങളിൽ ഒന്നതുമായിരുന്നു. ഇപ്പോൾ നടപടിയേ ഇല്ല, അല്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്ന് പറയുമ്പോൾ ആ രീതിയിൽ രാഷ്ട്രീയമായിട്ടൊക്കെ നോക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത് ഹരി? CPIയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എം.ആർ. അജിത് കുമാറിന് നടപടി വേണ്ട എന്നുള്ളതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിശദീകരണം വരേണ്ടിയിരിക്കുന്നു. കാരണം ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം, കുറ്റക്കാർക്കെതിരെ നടപടി വേണം എന്നുള്ള കാര്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടത് CPI ആണ്. അതുകൊണ്ട് തന്നെ എം.ആർ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട് നേരത്തെ DGP അന്വേഷണം നടത്തിയ സമയത്ത് തന്നെ അദ്ദേഹം ജില്ലയിൽ ഉണ്ടായിട്ട് കൂടി ക്രമസമാധാന ചുമതലയുള്ള ADGP അതിൽ കൃത്യമായി ഇടപെട്ട് നിയന്ത്രിച്ചില്ല എന്നുള്ള ഒരു കണ്ടെത്തൽ മുൻ DGPയുടെ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നു. അത് റിപ്പോർട്ടായിട്ട് മുൻ DGP ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകുകയും ചെയ്ത് ആഭ്യന്തര സെക്രട്ടറി അത് അന്വേഷിച്ചാണ് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തത്. അതിനുശേഷമാണ് സർക്കാർ ഈ റിപ്പോർട്ട് മടക്കി അയച്ച് ഇപ്പോഴത്തെ പുതിയ DGPയോട് അത് വിലയിരുത്തണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകുകയും പിന്നാലെ ഇതുകൂടി ഒരു കടുത്ത നടപടി വേണ്ട, അത് താക്കീതിൽ ഒതുങ്ങിയേക്കും എന്നുള്ള ഒരു നിലപാട്, ഒരു ശുപാർശ പുതിയ റിപ്പോർട്ടിൽ എഴുതി ചേർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയമായി ഇതിനെ കാണുകയാണെങ്കിൽ CPIയുമായി ബന്ധപ്പെട്ട് CPIയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ അവർ നിരന്തരം ആവശ്യപ്പെട്ടതാണ് കുറ്റക്കാർക്കെതിരെ നടപടി വേണം അന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട്. പക്ഷെ അതിൽ ഒരു നടപടിയില്ല, പകരം അത് താക്കീതിൽ മാത്രം ഒതുങ്ങുകയാണെങ്കിൽ CPIയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താണെന്ന് കൂടി അറിയണം. മാത്രമല്ല ഹരി, നിരവധി അന്വേഷണങ്ങൾ ഈ പഴയ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGPയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. പലതരത്തിൽ നമുക്കറിയാം, കോടതിയിൽ പോലും ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ, കോടതിയിലടക്കം പല പരാതികളും നിലനിൽക്കുന്ന ഒക്കെയുണ്ട്. അപ്പോഴും ഇതൊരു മാറ്റൽ, അല്ലെങ്കിൽ പോലീസിൽ നിന്നും മാറ്റി ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തുന്നു, പുതിയൊരു ചുമതല നൽകുന്നു. ഇതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടായിരിക്കാം നടപടി പോകാത്തത്? അങ്ങനെ സമ്മർദ്ദം DGPക്ക് മേൽ ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെയും നമുക്ക് വിലയിരുത്തേണ്ടി വരുമോ? ഇല്ല, അങ്ങനെ അത് കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം ഇങ്ങനെ പോലീസിൽ നിന്ന് എം.ആർ. അജിത് കുമാറിനെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അദ്ദേഹം എക്സൈസിന്റെ ചുമതലയാണുള്ളത്.